നമസ്കാരം. എല്ലാവർക്കും ടെനറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മനുഷ്യന് എത്ര ശക്തി ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര ഹോഴ്സ് പവർ ഉണ്ടാകും? സാധാരണയായി നമ്മൾ വാഹനങ്ങളുടെയും മെഷീനുകളുടെയും പവർ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരളവാണ് HP, അതായത് ഹോഴ്സ് പവർ. എന്നാലും മനുഷ്യന് എത്ര ഹോഴ്സ് പവർ ഉണ്ടാകും? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വ്യക്തികളുടെ ശാരീരഘടന, ആരോഗ്യം, പരിശീലനം എന്നിവയെ ആശ്രയിച്ചിരിക്കും. നമുക്കിതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് ഹോഴ്സ് പവർ എന്ന് നോക്കാം. ഒരു കുതിരയ്ക്ക് എത്ര ശക്തി ഉണ്ടാകുമോ അതാണോ ഹോഴ്സ് പവർ? അല്ല. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു കുതിരയുടെ ശക്തി അളക്കുന്ന യൂണിറ്റ് അല്ല. ഹോഴ്സ് പവർ എന്നാൽ ശക്തിയെ അളക്കുന്ന ഒരു യൂണിറ്റ് മാത്രമാണ്. 18-ാം നൂറ്റാണ്ടിൽ നീരാവി യന്ത്രങ്ങളുടെ കാര്യക്ഷമത അളക്കുവാൻ ജെയിംസ് വാട്ട് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു ആശയമാണിത്. ഒരു കുതിരയ്ക്ക് തുടർച്ചയായി ചെയ്യാൻ കഴിയുന്ന ജോലിയുടെ ഏകദേശ കണക്കാണിത്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ഏകദേശം 746 വാട്ട്സിന് തുല്യമാണ്. മനുഷ്യന്റെ ശരാശരി ശക്തി. ശരീരത്തിന്റെ ഉപജയ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ധാരാളം ഊർജം ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ശരീരത്തിന്റെ കായിക ശക്തിയെക്കുറിച്ചാണ്. സാധാരണയായി ഒരു മനുഷ്യന് ഏകദേശം 200 വാട്ട്സിന്റെ ശക്തി ഉണ്ടാകും. ഹോഴ്സ് പവറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏതാണ്ട് 0.27 ഹോഴ്സ് പവർ വരും. എന്നാൽ ഇത് ആളുകളുടെ ശാരീരഘടന അനുസരിച്ച് വ്യത്യസ്തപ്പെടാം. ഉദാഹരണത്തിന്, ഒരു 6 അടി ഉയരമുള്ള നല്ല ആരോഗ്യവാനായ ഒരു യുവാവിന് ഏകദേശം 30 വാട്ട്സിന്റെ ശക്തി ഉണ്ടാകും. എന്നാൽ ഒരു 5 അടി അല്ലെങ്കിൽ 5 അടി 1 ഇഞ്ച് ഉയരമുള്ള കേരളത്തിലെ ഒരു സ്ത്രീക്ക് ഏകദേശം 150 വാട്ട്സ് ശക്തി മാത്രമേ ഉണ്ടാകൂ. ഇത് ഏതാണ്ട് 0.2 ഹോഴ്സ് പവറിന് തുല്യമാണ്. അതായത് കുതിരശക്തിയുടെ 1/5. ഇനി സ്പോർട്സ് താരങ്ങളുടെ ശക്തിയെക്കുറിച്ച് നോക്കാം. ഒരു നല്ല കായിക താരത്തിന് ഏകദേശം അര കുതിരശക്തി, അതായത് 0.5 HP വരെ ശക്തി ഉണ്ടാകും. അവർക്ക് കുറച്ച് മിനിറ്റുകൾ ആ ശക്തി നിലനിർത്തുവാനും സാധിക്കും. നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവിന് ആനുപാതികമായി മാത്രമാണ് നമുക്ക് ശക്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. നമ്മൾ ശ്വസിക്കുന്ന 1 ലിറ്റർ ഓക്സിജനും ഏകദേശം 4 മുതൽ 5 കിലോ ജൂൾ വരെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. കൂടുതൽ നേരം ശക്തി നിലനിർത്തുവാൻ നമുക്ക് കൂടുതൽ ഓക്സിജൻ ശ്വസിച്ച് പേശികളിലെത്തിക്കണം. അതിന് വലിയ ശ്വാസകോശം ആവശ്യമാണ്. പുകവലിക്കുന്നവർക്ക് കായികക്ഷമത കുറയുന്നതിൻ്റെ പ്രധാന കാരണം ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത കുറയുന്നതാണ്. വലിയ ശ്വാസകോശമുള്ളവർക്ക് കായികക്ഷമതയും ശക്തിയും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. നമ്മൾ മുകളിൽ പറഞ്ഞ 0.27 ഹോഴ്സ് പവർ എന്നത് ഏതാനും മിനിറ്റുകൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ്. എന്നാൽ ഏതാനും സെക്കൻഡുകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ശക്തി ഇതിനും വളരെ കൂടുതലായിരിക്കും. നല്ല കായികക്ഷമതയുള്ള ഒരാൾക്ക് 1 സെക്കൻഡ് നേരത്തേക്ക് ഏകദേശം 3 മുതൽ 4 ഹോഴ്സ് പവർ വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ വ്യക്തിക്ക് തന്നെ 10 മുതൽ 15 സെക്കൻഡ് നേരത്തേക്ക് ഏകദേശം 2 ഹോഴ്സ് പവർ വരെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. എന്നാൽ ഏതാനും മിനിറ്റുകൾ തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അത് 0.5 ഹോഴ്സ് പവറായി ചുരുങ്ങും. മണിക്കൂറുകൾ തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അത് 0.25 ഹോഴ്സ് പവറിലേക്ക് താഴുന്നു. നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ യന്ത്രമാണ്, അല്ലേ? നമ്മൾ കണ്ടതുപോലെ ഒരു സാധാരണ മനുഷ്യന് ഏകദേശം 0.2 മുതൽ 0.5 വരെ ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതും ഓക്സിജന്റെയും പേശികളുടെയും അവിശ്വസനീയമായ സഹകരണത്തിലൂടെ. ഒരു സെക്കൻഡിൽ 3 മുതൽ 4 വരെ ഹോഴ്സ് പവർ വരെ എത്തിക്കുവാൻ കഴിയുന്ന നമ്മുടെ ശരീരം ഒരു കാറിന്റെ 100 ഹോഴ്സ് പവറിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും അതിൻ്റെ കാര്യക്ഷമത അതിശയിപ്പിക്കുന്നതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം 1 ലിറ്റർ ഓക്സിജനിൽ നിന്നും 4 മുതൽ 5 കിലോ ജൂൾ ഊർജം സൃഷ്ടിക്കുന്നു. ഇത് നമ്മുടെ പേശികൾക്ക് ഇന്ധനമായി മാറുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മുടെ ശരീരത്തിലെ ATP എന്ന രാസവസ്തു ഒരു ചെറിയ പവർ ഹൗസ് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഒരു രസകരമായ കാര്യം, ഒരു കുതിരയ്ക്ക് 1 ഹോഴ്സ് പവർ മണിക്കൂറോളം നിലനിർത്തുവാൻ സാധിക്കും. പക്ഷെ നമുക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രമേ സാധിക്കൂ. എന്നാൽ നമ്മുടെ ശക്തി, ബുദ്ധി, വൈവിധ്യം എന്നിവ കൂടിച്ചേരുമ്പോൾ മനുഷ്യൻ ഒരു അതുല്യ ശക്തിയാണ്. നമ്മുടെ ശക്തിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.